ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ എൻ വാസുവിന്റെ അറസ്റ്റ് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്ക്, കാരണം എൻ വാസുവിനെ ആ സ്ഥാനത്തേക്ക് നിയമിച്ച ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി 7 മാസത്തിനകം ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ രാഷ്ട്രീയ നേതൃത്വത്തിന് അക്കാര്യത്തിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടി വരും. ഇനി അടുത്തത് ദേവസ്വം മന്ത്രിമാരുടെ കാര്യമാണ്. ഈ 3 ദേവസ്വം മന്ത്രിമാർ, ഈ ടെന്യൂറിൽ മാറി വന്ന 3 ദേവസ്വം മന്ത്രിമാർ, ഇവരുത്തരം പറയണോ? അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. ആ കാര്യത്തിൽ എന്താണ് അവർ ഇതുവരെ പറയാത്തത്, അല്ലെങ്കിൽ ഇനി അവരിലേക്ക് അന്വേഷണം എത്തുമോ? അതൊക്കെ SIT ആണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഒരു ലാർജർ ആയിട്ടുള്ള ഒരു ഏരിയ അന്വേഷണത്തിനായി SITക്ക് മുന്നിൽ എന്തായാലും കോടതി തുറന്നു വെച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം SIT മുന്നോട്ട് പോകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം തീരാറായിരിക്കുന്നു. അതുകൊണ്ട് വേഗത്തിൽ അന്വേഷണത്തിൽ മുന്നോട്ട് പോവുകയും പത്മകുമാറിനെ അടക്കം കൃത്യമായി ഈ കേസുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ ദേവസ്വം കമ്മീഷണർ ഒറ്റയ്ക്കെടുത്തതാണ് എന്നുള്ള മൊഴിയാണ് അദ്ദേഹം തരുന്നതെങ്കിൽ അങ്ങനെ, അല്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഇതേ മൊഴി ആവർത്തിക്കുമോ SITക്ക് മുന്നിൽ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ചുരുങ്ങിയ പക്ഷം പത്മകുമാറിലേക്കെങ്കിലും അന്വേഷണ സംഘത്തിന് എത്താതിരിക്കാൻ കഴിയില്ല. അപ്പോൾ പത്മകുമാർ ഒന്നും പറയാതിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പത്മകുമാറിന് അറിയാവുന്ന കാര്യങ്ങൾ, അതിൽ മന്ത്രി അടക്കം അറിഞ്ഞിരുന്നോ, എന്താണെന്ന് അവിടെ നടന്നത്, ഇതൊക്കെ പുറത്ത് പറയേണ്ട, ഇതൊക്കെ നമ്മൾ തന്നെ ഒതുക്കി വെച്ചേക്കൂ, അങ്ങനെ ഒതുക്കാൻ നിർദ്ദേശം നൽകിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്മകുമാർ അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ആ സത്യസന്ധതയോടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് പോകും. അതല്ല, എല്ലാവരും ചേർന്ന് ഇത് സെറ്റിൽ ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ വാസുവിൽ നിൽക്കും. പക്ഷേ വാസുവിനെ നിയമിച്ചവർ ഉത്തരം പറയുക എന്നത് ഒരു രാഷ്ട്രീയ മര്യാദയാണ്.